എറണാകുളം സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിൽ സ്കൂളിനെ വിമർശിച്ചും വിദ്യാഭ്യാസ മന്ത്രിയെ പുകഴ്ത്തിയും സമസ്ത മുഖപത്രം. വിഷയത്തിൽ മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമെന്നാണ് സമസ്ത പറയുന്നത്. അതേസമയം വർഗീയ പ്രചാരണം നടത്തിയ SDPIയെക്കുറിച്ച് യാതൊരു പരാമർശവും ലേഖനത്തിൽ ഇല്ല. സമസ്തയ്ക്ക് നന്ദി പറഞ്ഞ വി ശിവൻകുട്ടിയും രംഗത്ത് എത്തിക്കഴിഞ്ഞു. അനഘ ഹർഷനുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനഘ, സമസ്തയുടെ ഈ പ്രസംഗം ആദ്യം അതിനെക്കുറിച്ച് അനഘ. സമസ്ത മുഖപത്രമായ സുപ്രഭാതത്തിലാണ് വിദ്യാഭ്യാസ മന്ത്രിയായിട്ടുള്ള ശിവൻകുട്ടിക്ക് അഭിനന്ദനം അറിയിച്ചുകൊണ്ട് മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. അതായത് ഈ കുട്ടിയുടെ വിഷയത്തിൽ മന്ത്രിയുടെ സമീപനം അഭിനന്ദനാർഹമാണെന്നാണ് സമസ്ത മുഖപത്രത്തിലുള്ളത്. മാത്രമല്ല, ഈ ഭരണഘടനയും മതേതരത്വത്തെയും ചേർത്ത് പിടിക്കുന്ന പ്രതികരണമാണ് മന്ത്രി നടത്തിയതെന്നുമാണ് സമസ്തയിലെ പ്രസംഗമായിട്ടുള്ള സുപ്രഭാതത്തിൽ പറയുന്നത്. പക്ഷെ അതേസമയം മന്ത്രിയെ പുകഴ്ത്തിയ ഈ സുപ്രഭാതം പത്രത്തിൽ തന്നെ സ്കൂളിനെതിരെ അതിരൂക്ഷ വിമർശനമാണ് ഉന്നയിക്കുന്നത്. ഈ ശിരോവസ്ത്ര വിവാദത്തിൽ സ്കൂളിനെ വിമർശിച്ചാണ് സമസ്ത മുഖപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. സംഭവത്തിന്റെ പേരിൽ നടന്നത് ഹീനമായ വർഗീയ പ്രചാരണമാണ് എന്നാണ് ഈ മുഖപ്രസംഗത്തിൽ പറയുന്നത്. പക്ഷേ ഇത്തരത്തിൽ സ്കൂളിനെതിരെ വിമർശനം ഉന്നയിക്കുമ്പോൾ പോലും ആരാണ് ആദ്യഘട്ടത്തിൽ പ്രശ്നമുണ്ടാക്കിയത് എന്ന് ഈ മുഖപ്രസംഗത്തിൽ എവിടെയും പറയുന്നില്ല എന്നതാണ്. അതായത് SDPI പോലുള്ള തീവ്ര സംഘടന സ്കൂളിലേക്ക് എത്തുകയും പ്രശ്നങ്ങൾക്ക് തുടക്കമിടുകയും ചെയ്ത സാഹചര്യം കൃത്യമായി പുറത്തു വന്നതാണ്. പക്ഷെ സമസ്തയുടെ മുഖപ്രസംഗത്തിൽ എവിടെയും തന്നെ ഇത്തരത്തിലൊരു പരാമർശം, ഒരു വരിയിൽ പോലും ഈ ഒരു പരാമർശം സമസ്ത നടത്തുന്നില്ല എന്നതാണ്. അതായത് കൃത്യമായി ആർക്കൊപ്പമാണ് സമസ്ത എല്ലാ കാലത്തും നിൽക്കുന്നത്, ആ അജണ്ട തന്നെയാണ് ഈ മുഖപ്രസംഗത്തിലൂടെ സമസ്ത പുറത്തുവിട്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഒരു വരിയെങ്കിലും ഈ SDPI ആണ് ഈ പ്രശ്നത്തിനൊക്കെ തുടക്കം കുറിച്ചത് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, മന്ത്രി ശിവൻകുട്ടി ഇന്ന് ഈ സമസ്തയിലെ മുഖപ്രസംഗത്തിലെ മന്ത്രിയെ പുകഴ്ത്തിക്കൊണ്ടുള്ള പരാമർശത്തെ സ്വാഗതം ചെയ്യുന്നു എന്നാണ് ഈ മന്ത്രി ശിവൻകുട്ടി പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, സ്കൂളിനെ വിമർശിക്കുന്ന നിലപാട് തന്നെയാണ് മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ എല്ലാ ഘട്ടത്തിലും ആരാണ് പ്രശ്നത്തിന് തുടക്കം കുറിച്ചത് എന്ന് പറയാൻ ഒരു ഘട്ടത്തിൽ പോലും മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ മറ്റാരും തന്നെ തയ്യാറാകുന്നില്ല എന്നതാണ്. ഏകപക്ഷീയമായി സ്കൂളിന്റെ ഭാഗത്ത് മാത്രമാണ് പ്രശ്നം എന്ന രീതിയിലേക്ക് ഈ വിഷയത്തെ ചിത്രീകരിക്കാൻ കൂടിയാണ് ശ്രമിക്കുന്നത് എന്ന് കൂടിയാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും സമസ്ത യുടെ മുഖപ്രസംഗമായ സുപ്രഭാതത്തിൽ ഈ ശിവൻകുട്ടിയെ പുകഴ്ത്തുന്നുണ്ട്. ആ പുകഴ്ത്തലിന് മന്ത്രി ഇന്ന് നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതാണ്. കാരണം എല്ലാം സമവായത്തിൽ അവസാനിച്ച വിഷയമാണ്. എന്നാൽ പിന്നീട് അതിനെ ആളിക്കത്തിക്കാനുള്ള ഒരു ശ്രമം വിദ്യാഭ്യാസ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായി. ഇതിന് പിന്നാലെ സമസ്തയ്ക്ക് എന്തായാലും ആ ഒരു ആളിക്കത്തിക്കൽ അങ്ങ് ഇഷ്ടപ്പെട്ടു. ആ ഒരു രീതിയിൽ തന്നെയാണ് ഇന്ന് വന്ന ആ മുഖപ്രസംഗവും. അതെ, തീർച്ചയായും രാഖി, ആ രീതിയിൽ തന്നെയാണ്. അതായത് ഈ വിഷയം അത് ആരാണ് ആദ്യം പുറത്തേക്ക് കൊണ്ടുവന്നത്, ഈ രീതിയിൽ ആളിക്കത്തിച്ചത് സ്കൂളിൽ കൃത്യമായി PTA അടക്കം സ്കൂൾ മാനേജ്മെന്റും സംസാരിച്ചു തീർക്കാൻ കഴിയുമായിരുന്ന ഒരു പ്രശ്നമായിരുന്നു. അത് ഈ രീതിയിൽ ആളിക്കത്തിച്ചത് സർക്കാരിന്റെയും ശിവൻകുട്ടിയുടെയും പരാമർശമായിരുന്നു. പക്ഷെ അപ്പോൾ പോലും ഈ പ്രശ്നം ആദ്യം കൊണ്ടുവന്ന, ഈ രീതിയിലേക്ക് ഈ പ്രശ്നത്തെ ചിത്രീകരിച്ച SDPI എന്ന് പറയുന്ന മത തീവ്ര സംഘടനകളെ കുറിച്ച് എവിടെയും പരാമർശിക്കാതെ അവരെ മാറ്റി നിർത്തിക്കൊണ്ട് ആണ് മന്ത്രി അടക്കം ഇന്ന് ഇത്തരത്തിൽ നടത്തിയ പ്രസ്താവനകൾ ഇന്നും നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. പക്ഷെ അവരെയൊക്കെ പിന്തുണച്ചുകൊണ്ട് മതപണ്ഡിത സഭയാണ് സമസ്ത. ഈ സമസ്തയുടെ മുഖപ്രസംഗമായ സുപ്രഭാതത്തിലാണ് എല്ലാ രീതിയിലും ഇത്തരത്തിലുള്ള സംഭവത്തിൽ ഏകപക്ഷീയമായ നിലപാടുകൾ എടുത്ത സ്കൂളിനെ പൂർണ്ണമായും തഴഞ്ഞുകൊണ്ട് അവർക്കുമേൽ മുഴുവൻ പഴിയും ചാരിക്കൊണ്ട് മന്ത്രി ഇന്നലെ നടത്തിയ ആ പ്രസ്താവനയെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് സമസ്ത മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. ഇതിനു മുൻപൊക്കെ തന്നെ ഈ സമസ്ത എല്ലാ കാലത്തും സർക്കാരിനോട് ഒരു അടുക്കുന്ന നിലപാട് തന്നെയായിരുന്നു സ്വീകരിച്ചിരുന്നത്. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളായി സർക്കാരുമായി ചെറിയ രീതിയിലുള്ള ഒരു ഭിന്നത സമസ്തയ്ക്കുണ്ടായിരുന്നു. നേരത്തെയൊക്കെ പറയുന്നത് പോലെ സമസ്ത ഒന്ന് കണ്ണുരുട്ടിയാൽ ഈ സർക്കാർ എടുത്ത സ്കൂൾ വിദ്യാഭ്യാസ മേഖലയിലാണെങ്കിൽ പോലും സർക്കാർ എടുത്ത നിലപാടുകളൊക്കെ തിരുത്തുന്ന സാഹചര്യം നേരത്തെയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഈ കഴിഞ്ഞ തവണ മാത്രമാണ് സമസ്തയുടെ വിരട്ടലിനും വിലപേശലിനും ഈ സർക്കാർ ഒരു വില കൊടുക്കാതിരുന്നത്. അതിന്റെ പേരിൽ സമസ്തയും ഈ സർക്കാരും വിദ്യാഭ്യാസ വകുപ്പുമായൊക്കെ തന്നെ ചെറിയ പിണക്കമുണ്ടായിരുന്നു. പക്ഷെ ആ പിണക്കം മാറ്റുന്ന രീതിയിലാണ് ഇന്ന് സമസ്ത മുഖപ്രസംഗം തയ്യാറാക്കിയിരിക്കുന്നത്. ആ മുഖപ്രസംഗത്തെ സ്വാഗതം ചെയ്തുകൊണ്ട് മന്ത്രി കൂടി എത്തിയതോടുകൂടി കഴിഞ്ഞ കുറെ കാലങ്ങളായി അകന്നു നിന്ന സമസ്ത
സർക്കാരിനോടും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ അടുക്കുന്ന സാഹചര്യത്തിൽ വീണ്ടും അടുക്കുന്ന സാഹചര്യമാണ് ഉള്ളത് എന്നതാണ്. പക്ഷേ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം, ഈ പ്രശ്നം ഈ സ്കൂളിൽ നടന്ന രമ്യമായി പരിഹരിക്കാവുന്ന ഒരു പ്രശ്നത്തെ ഈ രീതിയിൽ ആളിക്കത്തിച്ച് അതിന് വർഗീയ മാനം കൊടുത്തുകൊണ്ട് പൊതുമധ്യത്തിലേക്ക് ഇടുന്നതിൽ ഏറ്റവും മുന്നിട്ടിറങ്ങിയ SDP എന്ന സംഘടനയാണ്. ആ സംഘടനയ്ക്ക് ഇത്തരത്തിലൊരു പിന്താങ്ങിക്കൊണ്ട് പരോക്ഷമായിട്ടുള്ള ഒരു പിന്താങ്ങൽ കൂടിയാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നും സമസ്തയുടെ ഭാഗത്തു നിന്നും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. ഇന്ന് മന്ത്രി നടത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പരാമർശം കൂടിയുണ്ട്. ഈ സ്കൂളിലെ ഈ അധ്യാപിക ശിരോവസ്ത്രം ഇട്ടുകൊണ്ടാണ് സംസാരിക്കുന്നത്. അവരാണ് ഈ തട്ടമിടുന്നതിനെ കുറിച്ച് പറയുന്നത് എന്നൊക്കെ തന്നെയാണ്. പക്ഷെ അവിടെയും മന്ത്രി മറക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. സ്കൂളിലെ അധ്യാപകർക്ക് ഇത്തരത്തിലൊരു യൂണിഫോം സംവിധാനം ഇല്ല എന്നുള്ളതാണ്. അധ്യാപകർക്ക് ഏത് വസ്ത്രം വേണമെങ്കിലും സ്കൂളിൽ ധരിക്കാം എന്നുള്ളതാണ്. അത് നിൽക്കെയാണ് മന്ത്രി ഏകപക്ഷീയമായി ഈ സ്കൂളിലെ അധ്യാപിക ഇട്ടിരുന്ന ഈ ശിരോവസ്ത്രത്തെ പോലും ഒരു രീതിയിൽ പറഞ്ഞാൽ കളിയാക്കുന്ന രീതിയിൽ തന്നെയായിരുന്നു മന്ത്രിയുടെ ഇന്നത്തെ പരാമർശം എന്നുള്ളതാണ് രാഖി. തീർച്ചയായും അനഘ, എന്തായാലും അതിശക്തമായ രീതിയിൽ പ്രതിഷേധം ഉയരേണ്ട രീതിയിലുള്ള ഒരു പരിഹാസമാണ് ഈ സ്കൂൾ അധികൃതർക്ക് നേരെ എന്നുള്ളതാണ് ശിവൻകുട്ടി ഉയർത്തിയിരിക്കുന്നത്. എറണാകുളം സെന്റ് റീത്ത സ്കൂളിലെ ഹിജാബ് വിവാദത്തിലാണ് സ്കൂളിനെ വിമർശിച്ചും വിദ്യാഭ്യാസ മന്ത്രിയും പുകഴ്ത്തിയും സമസ്ത മുഖപത്രം ഇന്ന് എത്തിയിരിക്കുന്നത്. മന്ത്രിയുടെ ഇടപെടലിനെ സ്തുത്യർഹം എന്ന രീതിയിലാണ് സമസ്ത പുകഴ്ത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് അനഘ ഹർഷനാണ്.